ഭൂമിയിലെത്തിയ വിരുന്നുകാർ. കുട്ടികൾക്ക് വേണ്ടി ജനു എഴുതിയ ഒരു നോവലാണ് ഭൂമിയിലെത്തിയ വിരുന്നുകാർ. ഈ നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പാഠഭാഗം. സൗരയൂഥത്തിന് പുറത്തുള്ള ഏതോ ഒരു ഗ്രഹത്തിൽ നിന്ന് രണ്ടു സഞ്ചാരികൾ ഭൂമിയിലെത്തുന്നതും അവർക്ക് നേരിടേണ്ടി വന്ന ചില രസകരമായ അനുഭവങ്ങളുമാണ് ഇതിലെ പ്രതിപാദ്യം. അന്യഗ്രഹത്തിൽ നിന്ന് ഭൂമി കാണാൻ വന്ന സഞ്ചാരികളാണ് ഡങ്കായിയും ഇങ്കായിയും. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് വന്നിറങ്ങിയത്. നടക്കുന്ന വഴി ഒരു തീവണ്ടി കണ്ട അവർ അതിൽ കയറി. തിരിച്ചു ചെന്നിട്ട് കൂട്ടുകാരോട് ആ വിശേഷങ്ങൾ എല്ലാം പറയാമല്ലോ എന്നോർത്ത് അവർക്ക് സന്തോഷമായി. വഴിയിൽ വച്ച് അവർക്കൊരു കൂട്ടുകാരനെയും കിട്ടി. രസകരമായ ഈ സാങ്കല്പിക കഥയാണ് പാഠഭാഗം. ഈ പാഠം ഒന്നാമത്തെ വീഡിയോയിൽ വായിച്ചിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഇനി ഈ നോവൽ എഴുതിയ ജനു എന്ന സാഹിത്യകാരനെ കുറിച്ച് മനസ്സിലാക്കാം. KB ജനാർദ്ദനൻ എന്നാണ് പൂർണ്ണമായ പേര്. 1959 കണ്ണൂർ ജില്ലയിൽ ജനിച്ചു. ഭൂമിയിലെത്തിയ വിരുന്നുകാർ, ഫിലിയ സിഫോഗിൻ്റെ ലോക പര്യടനം എന്നീ കൃതികൾക്കു പുറമെ കുട്ടികൾക്കായുള്ള ചില പുസ്തകങ്ങൾ എഡിറ്റു ചെയ്യുകയും ചെയ്തു. യൂറീക്കയുടെ പത്രാധിപരായിരുന്നു. പാഠഭാഗം വായിച്ചിട്ട് ചില ചോദ്യങ്ങൾ നോക്കാം. ഭൂമിയിലേക്ക് വിരുന്നു വന്ന കൂട്ടുകാർ ആരൊക്കെ? അവർ എവിടെയാണ് വന്നിറങ്ങിയത്? ഡങ്കായിയും ഇങ്കായും കണ്ട വാഹനം ഏതായിരുന്നു? തീവണ്ടി മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ ഡങ്കായിയും ഇങ്കായും കണ്ട കാഴ്ച എന്തായിരുന്നു? ഇങ്കായുടെയും ഡങ്കായുടെയും ഗ്രഹത്തിലെ ആളുകൾ എങ്ങനെയാണ് യാത്ര ചെയ്യാറുള്ളത്? വിചിത്രം തന്നെ എന്ന് ഡങ്കായി പറഞ്ഞത് ഏത് കാഴ്ച കണ്ടപ്പോഴാണ്? തീവണ്ടി മുറിയുടെ മറ്റൊരു ഭാഗത്ത് ചെന്നപ്പോൾ ഇങ്കായും ഡങ്കായും കണ്ടത് ആരെയാണ്? അമ്മമ്മ കുട്ടിയോട് പറഞ്ഞ മാണ്ടായിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഡങ്കായും ഇങ്കായും ഭൂമിയിൽ വന്നത് എന്തിനായിരുന്നു? പോലീസുകാരെ ദുഷ്ടന്മാർ എന്ന് ഉണ്ണിക്കുട്ടൻ വിളിക്കാൻ കാരണമെന്താണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ നമ്മുടെ പാഠഭാഗത്തുണ്ട്. വായിച്ചു നോക്കി ഉത്തരം കണ്ടെത്തുക. ഇനി പാഠത്തിലെ ചോദ്യങ്ങൾ നോക്കാം. യാത്രാനുഭവം മൗനമായി വായിക്കൂ. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? യാത്രാനുഭവം മൗനമായി വായിക്കൂ. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉണ്ണിക്കുട്ടനെയാണ്. ഒരു രസികൻ കുട്ടിയാണ് ഉണ്ണി. അവന് ഒന്നിനെയും ഭയമില്ല. വിചിത്രജീവികളായ ഡങ്കായിയെയും ഇങ്കായിയെയും ആദ്യമായി കണ്ടവരെല്ലാം ഭയന്നപ്പോൾ ഉണ്ണി മാത്രം പൊട്ടിച്ചിരിച്ചു. വികൃതികളെ ഭയപ്പെടുത്തുന്ന മാണ്ടായി എന്നാണ് അവൻ അന്യഗ്രഹജീവികളെ വിളിക്കുന്നത്. പാവവിൽപ്പനക്കാരനെ തീവണ്ടിയിൽ നിന്ന് തള്ളി താഴെയിറക്കിയ പോലീസുകാർ ഡങ്കായിയെയും ഇങ്കായിയെയും കണ്ട് ബോധം കെട്ട് വീണത് ഉണ്ണിയെ സന്തോഷിപ്പിച്ചു. പാവവിൽപ്പനക്കാരൻ കരഞ്ഞുകൊണ്ടാണ് പോയത്. അത് അവന് സങ്കടമായി. പോലീസുകാരെ ഭയപ്പെടുത്തിയതിന് അവൻ ഡങ്കായിക്കും ഇങ്കായിക്കും നന്ദി പറയുന്നുണ്ട്. അനീതിക്കെതിരെയാണ് ഉണ്ണി നിലകൊള്ളുന്നത്. അതാണ് ഉണ്ണിയെ എനിക്കിഷ്ടമായത്. ആരും സഹായത്തിനില്ലാത്ത ഡങ്കായിയെയും ഇങ്കായിയെയും മുടിവെട്ടുകാരൻ്റെ അടുത്തെത്തിക്കാനും അവൻ തയ്യാറാകുന്നു. ചോദ്യം 2. റോൾ പ്ലേ ആയി അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കണ്ടെത്തൂ. റോൾ പ്ലേ അവതരിപ്പിക്കൂ. ഡങ്കായിയും ഇങ്കായിയും തീവണ്ടി മുറിയിൽ ഉണ്ണിക്കുട്ടനെ കാണുന്ന രംഗം. തീവണ്ടി മുറി. ബർത്തിൽ ഒരു കുട്ടി ഉറങ്ങുന്നു. താഴെ 3 പോലീസുകാർ. അവിടേക്ക് കയറി ചെല്ലുന്ന ഡങ്കായിയും ഇങ്കായിയും. ഡങ്കായി: ഇങ്കായി നോക്കൂ, വിശ്രമിക്കാതെ ഇരിക്കുന്ന ആളുകൾ. ഇങ്കായി: ഇവർക്കെല്ലാം ഒരുപോലത്തെ വേഷമാണല്ലോ. മുടി മുറിക്കുന്ന കാര്യം ഇവരോട് ചോദിച്ചാലോ? ഡങ്കായി യാത്രക്കാരൻ്റെ തോളിൽ തൊടുന്നു. അയാൾ ചാടി എണീറ്റ് ഡങ്കായിയുടെ നേരെ തോക്കു ചൂണ്ടുന്നു. ആ നിമിഷം തന്നെ നിലവിളിച്ച് താഴെ വീഴുന്നു. ഒച്ച കേട്ട് ചാടി എണീറ്റ മറ്റു 2 പേരും മലർന്നു വീഴുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ യാത്രക്കാരും ബോധം കെട്ടു വീണു. ഇങ്കായി: ഡങ്കായി, എന്തോ കുഴപ്പമുണ്ട്. ശരിയാ? ഡങ്കായി: ശരിയാ, ഇത് ആചാരമൊന്നുമല്ല തീർച്ച. ഈ സമയം ബർത്തിൽ നിന്നും ഒരു പൊട്ടിച്ചിരി കേൾക്കുന്നു.
ഇങ്കായും ഡങ്കായും മുകളിലേക്ക് നോക്കുന്നു. ഉണ്ണിക്കുട്ടൻ: മാണ്ടായി മാണ്ടായി. ഡങ്കായിയും ഇങ്കായും ഒറ്റച്ചാട്ടത്തിന് ബർത്തിലെത്തി കുട്ടിയുടെ ഇരുവശത്തുമായി ഇരുന്നു. ഡങ്കായി: ഞാൻ മാണ്ടായി അല്ല. ഉണ്ണിക്കുട്ടൻ: മാണ്ടായി അല്ലെങ്കിൽ എന്തിനാ പോലീസുകാരെ പേടിപ്പിച്ചത്? ഇങ്കായി: ഞങ്ങൾ ആരെയും പേടിപ്പിച്ചില്ലല്ലോ. ഉണ്ണിക്കുട്ടൻ: പിന്നെന്താ പോലീസുകാർ ബോധം കെട്ട് വീണത്? ഡങ്കായി: ആരാ ഈ മാണ്ടായി? ഉണ്ണിക്കുട്ടൻ: എൻ്റെ അമ്മമ്മ പറഞ്ഞ് മാണ്ടായിയെ അറിയാം. ഉണ്ടക്കണ്ണും വലിയ ചെവിയും വാലും ഉണ്ട് മാണ്ടായിക്ക്. ചീത്ത കുട്ടികളെയും വികൃതി കാട്ടുന്നവരെയും മാണ്ടായി പിടിച്ചോണ്ടു പോകും. കയ്യും കാലും കൂട്ടിക്കെട്ടി കണ്ണിൽ മുളക് തേച്ച് തീക്കനലിലൂടെ ഉരുട്ടും. ഈ പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ മാണ്ടായിയെ വിളിച്ച് കാത്തിരിക്കുവായിരുന്നു ഞാൻ. ഇങ്കായി: ഈ പോലീസ് എന്ന് വെച്ചാൽ എന്താ? ഉണ്ണിക്കുട്ടൻ: കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നവരാ. ഭൂമിയിലെത്തിയ വിരുന്നുകാരെക്കുറിച്ച് ജനു: അന്യഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലെത്തി കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരാവുന്ന ജീവികൾ പുതിയ സങ്കല്പമൊന്നുമല്ല. ശാസ്ത്രകൽപ്പിത കഥകളിലും ബാലസാഹിത്യ കൃതികളിലും സിനിമകളിലൊക്കെയുമായി ഭൗമേതര ജീവികൾ പാശ്ചാത്യ നാടുകളിൽ ധാരാളമായുണ്ട്. അനുവാചകർ ആവേശപൂർവം അവയെ സ്വീകരിച്ചു പോന്നിട്ടുമുണ്ട്. പ്രപഞ്ചത്തിലെ മുക്കിലും മൂലയിലും സ്വന്തം സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മനുഷ്യർ ഹേയ്, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നവരെ നമ്മുടെയെല്ലാം സ്വപ്നങ്ങളിലെ നിറം പിടിപ്പിച്ച സങ്കല്പമായി അന്യഗ്രഹവാസികൾ നിലനിൽക്കുക തന്നെ ചെയ്യും. മുടി വൃത്തിയായി വെട്ടിയൊതുക്കാൻ വിദൂര ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിൽ വരുന്ന രണ്ട് വിചിത്ര ജീവികൾ എന്നത് കടം കൊണ്ട ആശയമാണ്. എന്നാൽ ഈ ജീവികൾ ഇടപെടുന്നതും കൂട്ടുകൂടുന്നതുമായ സംഭവങ്ങളും അവയുടെ പരിസരങ്ങളും അവരുടെ രൂപഭാവങ്ങളും പേരുകളുമെല്ലാം തികച്ചും മൗലികമാണ്. അതിരുകൾ ഇല്ലാതെ കിനാവു കാണാനുള്ള കൊച്ചു മനസ്സിൻ്റെ സർഗശക്തിയിലും അവരുടെ നിഷ്കളങ്കതയിലും ഊന്നിക്കൊണ്ട് അവരുടെ സ്നേഹത്തെയും ആർദ്രതയെയും വിശാലമായ ഒരു മാനവിക ബോധത്തിലേക്ക് നയിക്കാനാണ് ആഗ്രഹിച്ചത്. അതിനുള്ള അന്തരീക്ഷം മാത്രമാണ് അന്യഗ്രഹ ജീവികളും അവരുൾപ്പെടുന്ന ഫാന്റസിയും. പത്രവാർത്ത: അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തിയതിൻ്റെ പിറ്റേ ദിവസത്തെ പ്രധാന വാർത്ത എങ്ങനെയായിരിക്കും? എഴുതുക. അന്യഗ്രഹത്തിൽ നിന്ന് രണ്ടു കൂട്ടുകാർ ഭൂമിയിൽ. കോഴിക്കോട്: ഏതോ വിദൂര ഗ്രഹത്തിൽ നിന്ന് ഒരു പറക്കുംതളികയിൽ രണ്ടു വിചിത്ര ജീവികൾ ഇന്നലെ കോഴിക്കോട് പറന്നിറങ്ങി. മനുഷ്യൻ്റെയും പക്ഷിയുടെയും രൂപം ഒന്നുചേർന്ന ആകൃതിയാണ് വിചിത്ര ജീവികൾക്ക്. ഉണ്ടക്കണ്ണുകളും നീണ്ട വാലും ചെറിയ കൈകളുമുള്ള ഈ ജീവികൾ മനുഷ്യരെ പോലെ രണ്ടു കാലുകളിൽ നടക്കുന്ന കാഴ്ച കാണാൻ ജനങ്ങൾ കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തയറിഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശാസ്ത്രജ്ഞർ കോഴിക്കോടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്ന വിശ്വാസത്തിന് ഇവരുടെ വരവോടെ ഇളക്കം തട്ടിയെന്ന് ചില പ്രമുഖ ശാസ്ത്രജ്ഞർ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു. നോട്ടീസ്: അന്യഗ്രഹ ജീവികൾ അപകടകാരികളല്ലെന്നും ജനങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ലെന്നും വിശദമാക്കിക്കൊണ്ട് അധികൃതർ തയ്യാറാക്കുന്ന ഒരു നോട്ടീസ് എങ്ങനെയാകും? നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. പ്രത്യേക ശ്രദ്ധയ്ക്ക്: കോഴിക്കോട് കടപ്പുറത്ത് വന്നിറങ്ങിയ അന്യഗ്രഹ ജീവികൾ നിരുപദ്രവകാരികളാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതിനാൽ ജനങ്ങൾ വീടിനു വെളിയിലിറങ്ങാനും പതിവു ജോലികളിൽ ഏർപ്പെടാനും പരിഭ്രമിക്കേണ്ടതില്ല. ഭൂമിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന സഞ്ചാരികൾ മാത്രമാണവർ. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും സ്നേഹിച്ചു കഴിയാൻ ആഗ്രഹിക്കുന്ന ഇവരെ ആരും അകറ്റി നിർത്തരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. കോഴിക്കോട് നഗരസഭാധികാരികൾ. ഡങ്കായിയെയും ഇങ്കായിയെയും നിങ്ങളുടെ ഭാഷയിൽ വർണ്ണിക്കുക. വലിയ ഉണ്ടക്കണ്ണുകൾ, നീണ്ട ചെവികൾ, ചെറിയ മൂക്ക്, ഇടതൂർന്നു വളരുന്ന മുടി, ഉടൽ കണ്ടാൽ പക്ഷിയാണോ എന്ന് തോന്നും. ചെറിയ കൈകളും കാലുകളും കൂടെ ഒരു വാലും. ഡങ്കായിയും ഇങ്കായുമാണവർ.